cost rupees 50. Whereas 7 pencils and 5 pens to minus 4 ആണ്. മൈനസ് 4ൽ നിന്നും ലൈൻ വരയ്ക്കണം. ഇനി വേണ്ടത് ഈ രണ്ട് ഇക്വേഷൻ്റെ ഗ്രാഫിൽ നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. ഹായ്, ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ CBSE 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, from the pair of linear equations in the following problems and find their solutions graphically. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 5 pencils and 7 pens together cost rupees 50, whereas 7 pencils and 5 pens together cost rupees 46. Find the cost of 1 pencil and that of 1 pen. ഇപ്പോൾ ഗ്രാഫ് വരച്ച് ഇക്വേഷൻ ഉണ്ടാക്കി ഗ്രാഫ് വരച്ച് ഒരു പെൻസിലിൻ്റെയും ഒരു പേനയുടെയും വില കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. Let the cost of 1 pencil be x and the cost of 1 pen be y. 5 pencils and 7 pens. ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ 5x plus 7y equal to 50 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1. അടുത്തത് 7 പെൻസിൽസ് ആൻഡ് 5 പെൻസ്. അപ്പോൾ 7x പ്ലസ് 5y ഈക്വൽ ടു 46. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി എക്സിനോ വൈക്കോ ഇഷ്ടമുള്ള വാല്യൂ കൊടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലെ 5x പ്ലസ് 7y ഈക്വൽ ടു 50 ആണ്. അതിനെ 5x ഈക്വൽ ടു 50 മൈനസ് 7y എന്നാക്കി. അപ്പോൾ x ഈസ് ഈക്വൽ ടു 50 മൈനസ് 7y ഡിവൈഡഡ് ബൈ 5. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ ടേബിളിൽ x ഈക്വൽ ടു നമ്മൾ yക്ക് 5 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 50 മൈനസ് 7 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 50 മൈനസ് 7 ഇൻറ്റു 5 35 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ y ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി അടുത്തത് x ഈക്വൽ ടു yക്ക് 0 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 50 മൈനസ് 7 ഇൻറ്റു 0 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 7 ഇൻറ്റു 0 0. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 10 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ വൈയുടെ വാല്യൂ 0, എക്സിൻ്റെ വാല്യൂ 10. അടുത്ത് വൈയുടെ വാല്യൂ 10 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 50 മൈനസ് 7 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 50 മൈനസ് 70 ഡിവൈഡ് ബൈ 5 is equal to minus 20 divided by 5 equal to minus 4 എന്ന ആൻസർ കിട്ടും. ഇവിടെ y is equal to 10, അപ്പോൾ x is equal to minus 4. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ 7x plus 5y equal to 46. അപ്പോൾ 7x equal to 46 minus 5y. അപ്പോൾ x is equal to 46 minus 5y ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ഇതിൽ നമുക്ക് വൈക്ക് വാല്യൂ എടുത്ത് നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു വൈക്ക് ആദ്യം -2 എന്ന് കൊടുത്താൽ 46 മൈനസ് 5 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 46 പ്ലസ് 5 ഇൻറ്റു -5 ഇൻറ്റു -2.
അപ്പോൾ പ്ലസ് 10 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 56 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 8. ഇവിടെ എക്സിനും വൈക്കും വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഏകദേശം ഇൻറ്റീജേഴ്സ് കിട്ടുന്ന ഒരു വാല്യൂ തന്നെ എക്സിനോ വൈക്കോ ആദ്യം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വെറുതെ ഇഷ്ടമുള്ള എന്തെങ്കിലും വാല്യൂ കൊടുത്ത് ചിലപ്പോൾ അത് ഡെസിമലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആലോചിച്ചിട്ട് ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ 8 കിട്ടി, വൈയുടെ വാല്യൂ നമ്മൾ -2 ആണ് കൊടുത്തത്. അപ്പോൾ അത് ഇക്വേഷനിൽ ടേബിളിൽ എഴുതി വെക്കാം. വൈയുടെ വാല്യൂ -2, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8. ഇനി വൈക്ക് നമ്മൾ 5 എന്നൊരു വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 46 മൈനസ് 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 46 മൈനസ് 25 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 46 മൈനസ് 25 21 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ 5, എക്സിൻ്റെ വാല്യൂ 3. ഇനി വൈക്ക് 12 എന്നൊരു വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 46 മൈനസ് 5 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു 46 മൈനസ് 5 ഇൻറ്റു 12 60 ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു 46 മൈനസ് 60 മൈനസ് 14 ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു -2 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ വൈയുടെ വാല്യൂ 12, എക്സിൻ്റെ വാല്യൂ -2. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ്റെയും ടേബിളുകൾ കിട്ടി. ഇനി നമുക്ക് ഗ്രാഫിൽ ഈ പോയിന്റുകൾ ഗ്രാഫിൽ മാർക്ക് ചെയ്ത് രണ്ട് സ്ട്രേറ്റ് ലൈൻ വരച്ച് അത് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനായി. ഇനി നമുക്ക് ഗ്രാഫിൽ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ x 3ഉം y 5 ആണ്. അപ്പോൾ എക്സിൽ 3, എക്സിൽ 3 നമ്മൾ നീട്ടി വരച്ചു. എക്സിൽ എല്ലാ പോയിന്റും നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. എക്സിൽ ഒരു 3 ഉണ്ട്, അതുപോലെ എക്സിൽ 10 ഉണ്ട്. ആ 10ഉം ലൈൻ വരച്ചു. ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ ഇങ്ങനെ വരച്ച് നോക്കേണ്ട കാര്യമില്ല, പോയിന്റ് എടുത്താൽ മതി, കാരണം കറക്റ്റ് അവിടെ അളവുകളുണ്ടാവും. ഇപ്പം നമ്മളിവിടെ ഗ്രാഫിൽ അളവില്ലാത്തതുകൊണ്ട് ഞാൻ വരച്ച് നോക്കുന്നു. പിന്നെ എക്സിൻ്റെ ഒരു വാല്യൂ -4 ആണ്. -4ൽ നിന്നും ഒരു ലൈൻ വരയ്ക്കണം. ഇനി ഇതിൽ വൈയുടെ വാല്യൂ y = 5 ആണ്. 3ൽ 5, 3 5 ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ 5ൽ നിന്നും ഒരു ലൈൻ വരയ്ക്കണം. നമുക്ക് 3 5 എന്നൊരു പോയിന്റ് കിട്ടി. അത് നീട്ടി വരച്ചേക്കാം. ഇനി വൈയുടെ വാല്യൂ 0 ആണ്. വൈക്ക് 0 ഇവിടെയുണ്ട്, വരയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ വൈയുടെ വാല്യൂ 10 ആണ്. വൈക്ക് 10, ആ 10ലും പോയിന്റ് വരച്ചു. അപ്പോൾ ഇവിടെ ഓരോ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യത്തെ 5, എക്സിൻ്റെ 3 5, എക്സിൽ 3, വൈയിൽ 5, ഈ പോയിന്റാണ്. അവിടെ കുത്തിട്ട് വെച്ചു. അടുത്ത് 10 0 ആണ്. എക്സിൽ 10, വൈയിൽ 0, ആ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യും. ഇനി എക്സിൽ -4, വൈയിൽ 10. അപ്പോൾ നമ്മുടെ വൈയിലെ 10 നമ്മൾ നെഗറ്റീവിലേക്ക് വരച്ചിട്ടില്ല, അതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ എക്സിൽ -4, വൈയിൽ 10. ആ പോയിന്റും മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ പോയിന്റ് വെച്ച് ഒരു സ്ട്രേറ്റിൽ ആ ഗ്രാഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, അതിൻ്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. എക്സിൽ 8, വൈയിൽ -2. ഇപ്പോൾ എക്സിലെ 8 നമുക്ക് മാർക്ക് ചെയ്യാം. എക്സിൽ 8 മാർക്ക് ചെയ്തു, വൈയിൽ -2 മാർക്ക് ചെയ്യണം. വൈയിൽ -2 താഴെ വരും. അപ്പോൾ എക്സിൽ 8 കുറച്ച് താഴേക്ക് വരയ്ക്കുക.
ഇനി എക്സിൽ 3 വൈയിൽ 5. എക്സിൽ 3 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വൈയിലെ 5 അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എക്സിൽ -2. എക്സിൽ -2 വൈയിൽ 12. അപ്പോൾ എക്സിലെ -2 ഞെട്ടി വരച്ചു. വൈയിൽ 12 മാർക്ക് ചെയ്യും. ഇനി നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 8 - 2. എക്സിൽ 8 വൈയിൽ -2. ആ പോയിന്റ് കിട്ടി. ഇനി എക്സിൽ 3 വൈയിൽ 5. 3 5 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇക്വേഷനിൽ ഉള്ള പോയിന്റാണ് 3 5. ഇനി എക്സ് -2 വൈ 12. എക്സ് -2 വൈയിൽ 12. ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഈ 3 പോയിന്റുകൾ ചേർത്തിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ്റെ ഗ്രാഫും കിട്ടി. ഇനി വേണ്ടത് ഈ 2 ഇക്വേഷൻ്റെ ഗ്രാഫിൽ നമുക്ക് 2 സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് 2 സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി ആ സ്ട്രെയിറ്റ് ലൈൻ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, അതായത് എക്സിനും വൈക്കും ഈ 2 ഇക്വേഷനിലും കോമൺ ആയിട്ടുള്ള പോയിന്റ്, ആ പോയിന്റിലായിരിക്കും ഈ സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രാഫിൽ നമുക്കത് വ്യക്തമാണ് ആൻസർ. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് 3 5ലാണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഇവിടെ കിട്ടുന്നു. ഇവിടെ നമ്മുടെ സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു, എക്സിൻ്റെ വാല്യൂ ഇവിടെ 3 ആണ്, 3. അതുപോലെ വൈ ഈസ് ഈക്വൽ ടു 5 ആണ്. Therefore, the cost of a pencil and a pen are ₹3 and 5 respectively. ഒരു പെൻസിലിൻ്റെ കോസ്റ്റ് 3 രൂപയും പെന്നിൻ്റെ കോസ്റ്റ് 5 രൂപയാണെന്ന് നമുക്ക് കിട്ടി. എക്സ് ഈക്വൽ ടു 3, വൈ ഈസ് ഈക്വൽ ടു 5.